Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാട്ട് കിടക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ ഞാൻ എല്ലാം വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങി, നമുക്ക് വീട്ടിൽ നിന്നിട്ട് കാണാൻ പറ്റുന്നേ, കാണിക്കാം. ദേ അവിടെ ലൈറ്റ് കാണുന്നതാണോ, അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. സോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. സമയം ഒത്തിരി, എല്ലാവരും അങ്ങോട്ട് പോയി. ഞാൻ ഒരുങ്ങുന്നോണ്ടിട്ട് ഇവിടെ നിൽക്കായിരുന്നു. ഇപ്പം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതേ അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. കണ്ടാ, പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണി. എല്ലാവരും വന്ന് ദേവി ഒരുങ്ങുന്നേ ഉള്ളു. ചേച്ചി പോവാണോ? പാട്ട് തുടങ്ങി പോവുക. ബേബി ആൻറ്റി ഒരു ഹായ്. ഹായ്. ആ വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് കേട്ടോ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അത് അമ്മയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ മാമൻ്റെ മോളാണ്. ഇവർ ആക്ച്വലി സെറ്റിൽഡ് ആയിരിക്കുന്നത് തമിഴ്നാട് ദിണ്ടിക്കലാണ് കേട്ടോ. കാശി ബേബി നല്ല ആക്റ്റീവാണ്. ഞാൻ നല്ല സെറ്റായിട്ട് ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ സാരി, കാശിക്കാണെങ്കിൽ ഈ ഒരു ജീൻസും ടീഷർട്ടും. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. പിന്നെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പറമ്പുണ്ട്. ആ പറമ്പ് ക്ലീൻ ചെയ്തിട്ട് അവിടെയായിരുന്നു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ കല്യാണം ഇതേപോലെ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. നമ്മുടെ കാശി ബേബിയുടെ ഫംഗ്ഷനൊക്കെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഇവർ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട് സെറ്റിൽഡാണ്. സോ അവളുടെ അച്ഛൻ, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സെറ്റിൽഡാണ്. അവർ ക്രിസ്ത്യൻസാണ്. സോ അവരുടെ രീതിയിലാണ് ഈ പുടവ ഉടക്കൽ ചടങ്ങൊക്കെ. ഇത് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ ഞാനും ദേവിയും കൂടെയാണ് അവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുടവ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പയ്യൻ വിനോദ്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇതുവരെ കാണിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനും മനുവും ദേവിയും കൂടെയാണ് അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം അവർക്ക് ആൾ കുറവായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട്. ആക്ച്വലി നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ്. പക്ഷേ വിനോദ് നമുക്ക് ഒരു സ്വന്തം അനിയൻ. എനിക്ക് അനിയനെ പോലെയാണ് അവന്. ഞാൻ ചേച്ചി മുറയിൽ ചേച്ചിയാണ്, പക്ഷേ എന്നെക്കായി മുതിർന്നതാണ് കേട്ടോ. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഈ താലമൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അത് 9 കൂട്ടം താലം, അങ്ങനെ എന്തൊക്കെയാണ് ചടങ്ങ്. അവരുടെ കറക്റ്റ് ചടങ്ങൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ തമിഴ്നാട് വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇവർ തമിഴ്നാട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെ തമിഴ്നാട്ടിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവരുടെ വെഡ്ഡിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത് 25-നാണ്. ഇതിപ്പോൾ റിസപ്ഷനാണ് നടക്കുന്നത്. 15-ാം തീയതി നമ്മുടെ ഇവിടെ വെച്ചിട്ട് കേരളത്തിൽ വെച്ചിട്ടൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ തമിഴ്നാട് വെച്ചിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സന്ധ്യ ആയപ്പോഴത്തേന്. ഇതാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ എൻ്റെ കസിനാണ് അവൾ. ഈ ഡ്രസ്സ് നമ്മുടെ ഇൻസ്റ്റയിലല്ലല്ലോ, യൂട്യൂബിലൊരു പേജ് കണ്ടിട്ട് ഞാൻ അവൾക്ക് ആ പേജ് അയച്ചു കൊടുത്തിട്ട് ആ കുട്ടീനെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചാണ്. ഒരു കൊച്ചു കുട്ടിയുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുവിധം ഫെമിലിയർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. മീനാക്ഷി എന്നെന്തോ ആണ് അവളുടെ പേര്. മീനാക്ഷി എന്നോ ശ്രീകുട്ടി എന്തോ ആണ്. ഒരു കൊച്ചു കുട്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗൗൺസൊക്കെ ചെയ്തിട്ട് ഇത്തിരി വൈറലായിട്ടുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടീനെ കൊണ്ടിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സാരി, ഇതാണ് മന്ത്രക്കോടി. മന്ത്രക്കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിത് നമ്മുടെ ഷാഹുൽ ആഷിഖ് പുള്ളിക്കാരനെ കൊണ്ടിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മന്ത്രകോടിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മയുടെ കസിനാണ്. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. താഴത്തിരിക്കുന്ന അമ്മയുടെ ഫ്രണ്ടാണ്. എൻ്റെ അനിയത്തി അറിയാമല്ലോ. അത്യാവശ്യം നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരെയും കാണാനും എടുക്കാനും ഒക്കെ പറ്റുന്നത്. കുറേ ആൾക്കാർ കുറേ നാൾ കൂടിയിട്ട് കണ്ടാണ്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിയണ്ണൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. അഭിയണ്ണൻ മീൻസ് നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് അല്ലല്ല ലാസ്റ്റത്തെ ഫംഗ്ഷൻ എനിക്ക് കാശിയുടെ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അല്ല അത് കഴിഞ്ഞിട്ടായിരുന്നു അഭിയണ്ണൻ്റെ വെഡ്ഡിങ്.
അപ്പോൾ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രകോടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൈമാറി കഴിഞ്ഞതിന് ശേഷം അവർ ഫോട്ടോ എടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് പോയിട്ടൊരു സാരി എടുത്ത് ചുറ്റുകൊണ്ടിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനാണ് ഞാൻ ആ സാഹസത്തിന് പോരുന്നതെന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു എന്താ കൗതുകം ലേശം കൂടുതലാണെന്ന് പറയുന്ന കണക്കാണ് കേട്ടോ. ഒരു കൗതുകത്തിന് പോയി സാരി എടുത്ത് കൊടുത്തതാണ്. ലാസ്റ്റ് എനിക്ക് അങ്ങോട്ടും തിരിയാൻ വയ്യ, ഇങ്ങോട്ടും തിരിയാൻ വയ്യ, അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ഒരിടത്ത് അങ്ങ് ഇരിപ്പായി. നമ്മുടെ കല്യാണം ഫംഗ്ഷനൊന്നും കഴിഞ്ഞില്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാന്ന്. ആക്ച്വലി ഇത് എൻ്റെ അമ്മയുടെ മാമന്റെ മോളുടെ കല്യാണമാണ്. അവൾ എനിക്ക് അനിയത്തിയാണ്. അപ്പം ആ ചേച്ചിനെ അതായത് അമ്മയുടെ അനിയത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് കൊണ്ടുപോയത്. അതുകൊണ്ടിട്ട് തമിഴ് രീതിയിലുള്ള ചടങ്ങ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ കല്യാണം മറ്റന്നാളാണ്. കല്യാണത്തിന് ഞാൻ പോണില്ല. ഡ്രസ്സ് മാറ്റി തരാൻ പാടേ. കല്യാണം മറ്റന്നാളാ. എങ്ങനെയാ പറയാ, ഈ അമ്മയുടെ അനിയത്തിനെ കല്യാണം കഴിച്ചിരിക്കുന്ന അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്കിളല്ല അന്നാ ഞാൻ വിളിക്കാറുള്ളത്, അവര് തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻസ് ആണ്. അപ്പം അമ്മയുടെ അനിയത്തിനെ അവിടെ കൊണ്ടുപോയിട്ട് ക്രിസ്ത്യൻ രീതിയിലോട്ട് മാറ്റിയതാട്ടോ. ഇവിടെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്ന് റിസപ്ഷനായിട്ട് നടന്നത്. ഇപ്പൊ ഇവള് എൻ്റെ അനിയത്തി ഇപ്പൊ കല്യാണം കഴിക്കുന്നത് അവളുടെ അച്ഛന്റെ പെങ്ങളുടെ പോലെ തന്നെ മുറച്ചെറുക്കന് തന്നെയാണ്. കുഞ്ഞാവേ മുറച്ചെറുക്കനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അവൻ സിംഗപ്പൂരാണ്, ഇവര് ഇന്തോനേഷ്യയിലാണ്. അമ്മയുടെ അനിയത്തിയൊക്കെ ഇന്തോനേഷ്യയിലാണ്. സെറ്റിൽഡ് ആയിരിക്കുന്നത് ദിണ്ടിക്കലാണ്, തമിഴ്നാട് ദിണ്ടിക്കലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. പിന്നെ കല്യാണം 15-ാം തീയതി. പക്ഷേ കുഞ്ഞുവാവേ, അത് കുഞ്ഞു ബേബിന്റെ തട്ടിക്കളയല്ലേ, മൊത്തം വലിച്ചേരി കളയല പരിപാടി. ഒരു വക അടുക്കി വെക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇവരുടെ മെയിൻ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ പള്ളിയിൽ ചടങ്ങായിട്ട് നടത്തുന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാ. അതടുത്ത മാസം 25-ാം തീയതി, ഈ മാസം 25-ാം തീയതിയാണ്. അത് അവരുടെ അവിടെ വെച്ച് ദിണ്ടിക്കൽ വെച്ചിട്ടാ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ അങ്ങ് പോകും. അതിന് ഇവിടുന്ന് ആരും പോണില്ല. ഇവിടുത്തെ കല്യാണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. വിനുവിന്റെ, അതായത് ചെറുക്കൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സാരി കൊടുത്തുകൊണ്ട് ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ല. സാരി കൊടുത്തിട്ട് കൊള്ളുമ്പോൾ ഒരുമാതിരി ഉണ്ട്. കുറേ നാൾ കൂടിയിട്ട് സാരി കൊടുത്തു. അതിനകത്ത് വയറൊക്കെ ആയിട്ട് സാരി കൊടുക്കുക. ഈ പ്രഗ്നൻസിയിൽ ലാസ്റ്റ് സാരി കൊടുപ്പാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ബേബി വരുമല്ലോ. ഇതൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമാധാനം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലെൻസ് ഇട്ടേക്കുന്നത്, അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ കാശിബേബി ആകെ മൂശായിട്ട് എടുത്ത് ഉടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എനിക്ക് കാശിനെ കൊണ്ടിട്ട് വീഡിയോ എടുപ്പൊന്നും നടക്കുന്നില്ല. കാശിക്ക് ചൂടെടുക്കുന്നു, നല്ല ചൂടുണ്ട്. ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം ഞാൻ പറയേണ്ടത് തന്നെ അറിയാമല്ലോ. എല്ലാം ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് പോകാനും. ഇതിൻ്റെ ഇടയ്ക്ക് ലെൻസ് റിമൂവ് ചെയ്തിട്ട് പോവാം. അല്ലേ വേണ്ട, അവിടെ കിടക്കട്ടെ. വളയൊക്കെ ഊരി വെച്ച് സാരിയൊക്കെ മാറ്റിയിട്ട് പോയിട്ട് കാശിനെയും ഒന്ന് സെറ്റാക്കണം. പിന്നെ പോവാൻ നേരത്തിന് ഓട്ടപ്പാച്ചിലായിരുന്നു. പെട്ടെന്ന് ഒരുങ്ങിപ്പോയി വേണ്ടിയിട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചൊക്കെ ഇട്ടേക്കുക. എല്ലാം ഒന്ന് ഒതുക്കി പറക്കണം, എന്നിട്ട് വേണം വന്നിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് നിന്നിട്ട് വയ്യന്നേ, കുഴഞ്ഞു. കാശിക്കുട്ടാ, അമ്മി ഡ്രസ്സ് മാറ്റി തരട്ടെ? അയ്യോ, വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടിട്ട് പോകുന്നതിന് വരുന്നതിനൊന്നും വലിയ പാടില്ലായിരുന്നു. അവളുടെ എൻഗേജ്മെന്റ് ഇവരടുത്തൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അന്ന് പോകാനൊക്കെ ഭയങ്കര മെനക്കെടായിരുന്നു. പക്ഷെ അന്ന് ഗോപു നാട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു. ഇതിപ്പോൾ ഓടി അങ്ങോട്ട് പോയാൽ മതിയല്ലോ. വീട്ടിലെല്ലാവരും അവിടെ ഇരിക്കുക. ഞാൻ കാശിന് ദേവി ഇങ്ങ് പോയിരുന്നു. ദേവി ഉറങ്ങാൻ പോയി. 9 മണി ആയി കേട്ടോ, സമയം ഒത്തിരി ആയി. ഞാനിതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ
ഇന്ന് രാത്രി എന്തായാലും 11 മണിയോടെ അടുപ്പിച്ചിട്ടാവും. ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്താണെന്ന് കഴിച്ചത് നല്ല ഫുഡായിരുന്നു. ബിരിയാണിയും പൊറോട്ടയും ബൺ പൊറോട്ടയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാശി ബേബിക്ക് അരിപ്പത്തിരി കൊടുത്ത്, അരിപ്പത്തിരി നമ്മൾ നൈസ് പത്തിരി ഉണ്ടല്ലോ അത് കൊടുത്ത്. പിന്നെ ഗോകുവിൻ്റെ ചേച്ചി രണ്ടാമത്തെ ചേച്ചി അങ്ങ് എറണാകുളം പോയി. ഇനിയിപ്പം നാളെ ഡെലിവറി അടുപ്പിച്ചിട്ടേ വരുത്തോളായിരിക്കും. ഇപ്പോൾ ഗോകുവിൻ്റെ മൂത്ത ചേച്ചിയും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മേനെ കൊണ്ടിട്ടാണ് ഞാൻ പോയത്. മൂത്ത ചേച്ചി ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടിട്ട് അമ്മേനെ പോരുന്നു. കാശിമുട്ട വല്യമ്മേടെയാണ്. ചേച്ചിമാരെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഒരുമാതിരി അലങ്കോലമായിട്ട് കിടക്കുന്നതിൻ്റെ കബോർഡ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോന്നൊക്കെ ചിന്തിക്കുന്നത്. കുഴഞ്ഞ് കാശി ചാച്ചാൻ പോവാണോ? ചാച്ചാന്ന് പറഞ്ഞോണ്ടിരിക്കുക. കുറച്ച് നേരം ചാച്ചാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ മമ്മി, പൊന്നെവിടെ? മമ്മി തങ്കം എവിടെ? വാ, പാൻറ് ഊരിത്തരാം. കല്യാണത്തിന് വന്ന ഭൂരിഭാഗം ആൾക്കാർ എന്നെ കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് അഡ്മിറ്റ് ആവുന്നില്ല. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി എനിക്ക് 8-ാം തീയതി വരെ ടൈം ഉണ്ട് അടുത്ത മാസം. പക്ഷേ അതുവരെ നീട്ടിക്കൊണ്ടു പറ്റൂലല്ലോ. എന്തായാലും ഞാൻ നാളെ പോവാന്നും പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നാളെ ചെന്ന് ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ ഈ നാളും നഗരവും ഒക്കെ ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓ സമയമുണ്ട്. പ്രഷർ ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നോണ്ടിട്ടാണ് ഇവർ അഡ്മിറ്റ് ആക്കാം. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ എപ്പോഴും 130, 150 അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ലാബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഷർ നോക്കാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ 110, 100, 170 അങ്ങനെയൊക്കെ വരുന്നുള്ളു. ലിപ്സ്റ്റിക് എടുത്തോണ്ട് പോയിട്ടോ. ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ആ കടയിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇനി ഇവിടുത്തെ കംപ്ലൈന്റ് ആയതുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വേറൊരിടത്ത് പോയി. അവിടെ ചെന്നപ്പോഴത്തേന് 110, 70, 115, 70 ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊക്കെയാണ് അംഗങ്ങൾ ഇവിടെ. എനിക്കൊരു രക്ഷയില്ല. ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു കൊടുത്തേ. ഹോടാ അവിടെ നിന്ന്. അപ്പൊ ഈ പ്രഷർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നോണ്ടിട്ടാ അവര് അഡ്മിറ്റ് ആക്കാന്ന് പറയുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നല്ല കൂടുതല് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നാളെ 14-ാം തീയതി അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഡേറ്റ് മാറ്റി ബുക്ക് ചെയ്തില്ല. ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക്. ഇന്നെത്ര ഡേറ്റ്? 14 ഇപ്പം രാത്രി വിളിച്ച് ബുക്ക് ചെയ്യണം. 15-ാം തീയതിക്ക് ബുക്ക് ചെയ്യണം. 14-ാം തീയതിക്ക് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും പറയുന്നത് 14-ാം തീയതി പോയി കഴിഞ്ഞാൽ ചിലപ്പം 15-ാം തീയതിക്ക് ഡെലിവറി കാണും. ഇതിപ്പോൾ പറയുന്ന എല്ലാവർക്കും വിശ്വാസമാവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. തൃക്കേട്ട നാള് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞിന് മൂത്ത ആൾക്ക് ദോഷമാണ്, തലക്കേട്ടയ്ക്ക് ദോഷമാണെന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല. എന്തായാലും ഇനിയിപ്പോൾ 15-ാം തീയതി പോക്ക് നടക്കുള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി കമൻറ്റ് വരാറുണ്ട്, ചേച്ചി ഡോക്ടർ പറഞ്ഞെങ്കിൽ വേണം അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കറിയാം ടൈമുണ്ട്. എനിക്ക് ഫസ്റ്റ് ഞാൻ ആദ്യം കാണിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20-25 ആ ഒരു ടൈമിലാണ് ഡെലിവറി നടക്കാൻ പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിക്ക് ഡേറ്റ് ഉണ്ട്. ജൂൺ 8-ാം തീയതിയാണ് എനിക്ക് ഡ്യൂ ഡേറ്റ് വന്നേക്കുന്നത്. അപ്പം അതിന് മുന്നേ ഈ ചെല്ലാൻ പറയുന്നത് അവിടുത്തെ പ്രഷർ നോക്കുമ്പോൾ എനിക്ക് അവിടെ നോക്കുമ്പോഴുള്ള ഈ 130 വരുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴത്തേന് പ്രഷർ കുറവാണ്. ഇനിയിപ്പോൾ എന്തായാലും 14-ാം തീയതി ചെന്നാൽ എന്നോട് 12-ാം തീയതി ചെല്ലാൻ പറഞ്ഞതാണ്. അതാണ് ഞാൻ 14-ാം തീയതിയിലേക്ക് ബുക്ക് ചെയ്തത്. അപ്പോൾ 14-ാം തീയതി ചെല്ലുമ്പോൾ എന്തായാലും വഴക്ക് കേൾക്കും. എന്തായാലും ഒരു ദിവസം കൂടെ പോട്ടെന്ന് വിചാരിച്ചു. ഇതിനെ വെറുതെ റിസ്ക് എടുക്കുന്നത്. അല്ലെങ്കിലേ ഏതെങ്കിലും വഴിയൊക്കെയാണ് കഷ്ടമാണ് വരുന്നത്. പിന്നെ മൂത്ത കുട്ടിക്ക് ദോഷം എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ പറയും കേട്ടോ. എല്ലാവരും ഒന്നും നാളും നഗരമൊന്നും നോക്കൂലായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വിശ്വാസമൊക്കെയാണ്. നാളും നോട്ടവും കാര്യങ്ങളും ഒക്കെ. എനിക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ
കുഴപ്പമില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വന്നിട്ട് നോക്കിയതിന് ശേഷം അഡ്മിറ്റ് ആക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുക എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 15-ാം തീയതി ചെല്ലുമ്പോൾ എന്തായാലും അഡ്മിറ്റ് ആക്കുമായിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ നല്ല നാൾ നോക്കിയിട്ട് സിസേറിയൻ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് നല്ല നാൾ നോക്കി സിസേറിയൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ദോഷമില്ലാത്ത നാളാണെങ്കിൽ കൊള്ളാം എന്നൊരാഗ്രഹം. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലവരായിരിക്കും അതെന്താണ് നാളിലൊക്കെ നോക്കിയിട്ടാണ് പ്രസവിക്കാൻ പോണതെന്നൊക്കെ ചിന്തിക്കാമായിരിക്കാം. എനിക്കറിയത്തില്ല. പഴയ ആൾക്കാരൊക്കെ ഇല്ലേ പോട്ടെ 2 ദിവസത്തെ കാര്യം കൂടെ തന്നെയല്ലേ. ബേബി ഹെൽത്തിയാണ്, ബേബി ഓക്കെ ആണ്, അത്യാവശ്യം ആക്റ്റീവാണ്. എന്നോട് ആകെ ഡോക്ടർ പറഞ്ഞത് രാവിലെ വൈകുന്നേരം പോയി പ്രഷർ നോക്ക്, പ്രഷർ കൂടി 130-190 ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നേക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ അത്രയ്ക്കൊന്നും പോയിട്ടില്ല, നോർമലായിട്ട് തന്നെയാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ ഈ 3 നേരമാണ് ഞാൻ 3 നേരമാണ് മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നോക്കാറുള്ളത്. 3 നേരം നോക്കിയത് ലാസ്റ്റ് ട്രൈമിസ്റ്റർ ആണല്ലോ. സോ 3 നേരമാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഞാൻ 3 നേരം നോക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇരിക്കുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ കൈവച്ചിങ്ങനെ നോക്കും. നമുക്ക് പുറത്ത് ഫീൽ ചെയ്തില്ലെങ്കിലും കൈവച്ച് നോക്കുമ്പോൾ ഉള്ളിൽ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ കൈവച്ചൊക്കെ നോക്കാറുണ്ട്. 2 ദിവസത്തെ കാര്യം കൂടെയല്ലേ ഉള്ളൂ. പിന്നെ ഗോകുല് 18-ാം തീയതി വരാം. കുറേ പേര് ചോദിച്ചു ഗോകു വരുന്നുണ്ടോ, ഗോകുല് എന്നാ വരുന്നതെന്നൊക്കെ, ഡെലിവറിക്ക് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗോകു ഡെലിവറിക്ക് ഉണ്ടാവില്ല. ഗോകുല് ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. 18-ാം തീയതിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്കവാറും 18 കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എനിക്കറിയത്തില്ല. ഗോകുലിൻ്റെ കാര്യം ആയതുകൊണ്ടിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ കാണും. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴായിരിക്കും അവൾക്ക് ചെത്തുന്നത്. അന്നേരത്തെ ആ കൊച്ചിൻ്റെ സിറ്റുവേഷൻ പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കാശുകുഞ്ഞാ കൊടുപ്പൂരാം. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയിട്ട് വരട്ടെ. ഈ സാരിക്ക് ഈ ബ്ലൗസ് ചേരുന്നേ ഇല്ല, കുറച്ച് വലുതല്ലേ. ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഞാൻ കുറേ നാൾ ആയി മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഇടാതിരുന്നതാണ്. പിന്നെ സാരി ഉടുക്കാനൊരാഗ്രഹം, അങ്ങനെ പോയി സാരി എടുത്തിട്ടത്. അപ്പം ശരി, ഞാൻ പോയി റെഡിയായി പോയിട്ട് വരാം. ഞാനും കാശിക്കുഞ്ഞിനും കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് പോയി അവിടെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഒരുവിധം ആളുകളെല്ലാം വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള വലിയ രീതിയിലൊന്നുമല്ല, ഗ്രാൻഡായിട്ടല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ മൈൽഡായിട്ടുള്ള നല്ല സോങ്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഗാനമേളയായിരുന്നു കേട്ടോ. അതുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വെഡ്ഡിങ് വിശേഷം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കല്യാണവും ഫംഗ്ഷനും കല്യാണം കഴിഞ്ഞില്ല, കല്യാണം മറ്റന്നാളാണ് കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുഴഞ്ഞ് ടയേർഡായി, നല്ല രീതിക്ക് ടയേർഡായി. കാശിക്ക് പാലൂട്ടി വാഷ് ചെയ്യണം, എന്നിട്ട് അവന് പാലെടുക്കണം, കിടന്നുറങ്ങണം. എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്തിട്ടേ കിടത്ത് നടക്കത്തുള്ളല്ലോ. ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലേ എനിക്ക് ഇപ്പം തന്നെ ഓൾറെഡി കമൻറ്റ് വന്നു, ചേച്ചി ഇന്ന് വീഡിയോ ഇല്ലേ, അഡ്മിറ്റ് ആയോ എന്ന് പറഞ്ഞിട്ട് കമൻസൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത്. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിച്ചിട്ടുണ്ടാകുന്നൊന്നും ഇല്ലല്ലോ. ഞാൻ എന്താ അതങ്ങെടുത്ത് ആ ചെയറങ്ങെടുത്ത് മാറ്റിയതമ്മ. അടച്ച് നോക്കിക്കൊണ്ടവനെ. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വികൃതിയൊക്കെ ഒപ്പിച്ച് കളയാം. ഒരു രക്ഷയില്ല ചെറുക്കനെ കൊണ്ടിട്ട്. പിള്ളേരെല്ലാം ഉണ്ട്, ചേച്ചിമാരുടെ മക്കളെല്ലാം ഉണ്ട്. പിള്ളേർ പോയിട്ട് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. കളിച്ചുകൊണ്ട് നടന്ന പ്രശ്നമില്ല. ഞാൻ ഇന്ന് നല്ല ടയേർഡായി. ഇന്നെന്ത് ദിവസം നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു ടോണറിൻ്റെ ബോട്ടിലാണ്. ഞാൻ പാലൂപ്പി കഴുകാനുള്ള എളുപ്പത്തിനകത്ത് അതിനകത്ത് ഒഴിച്ച് വെച്ചത്. നമ്മൾ സുഖം പെട്ടെന്ന് കഴുകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സോപ്പ് വേസ്റ്റായി പോകണം. ഇതാകുമ്പോഴത്തേനും കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ നാളെടുക്കാം.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. കല്യാണം അങ്ങനെ മറ്റന്നാളാണ് കല്യാണം. മറ്റന്നാൾ ഞാൻ അഡ്മിറ്റ് ആകാൻ പോകുന്നുണ്ടിട്ട് മറ്റന്നാൾ കല്യാണത്തിൻ്റെ വ്ളോഗൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.